വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമുക്ക് അരുൺ കമൽജിയുടെ മുക്തി എന്ന കവിതയുടെ സമ്മറി നോക്കാം. ആദ്യമായിട്ട് കവി പരിചയം. അരുൺ കമൽ നയി സംവേദനാക്കെ കവി നയി സംവേദനയുടെ കവിയാണ് അരുൺ കമൽജി. उनका जन्म 15 फरवरी 1954 को नासरीगंज रोहतास बिहार में हुआ था. ബീഹാറിൽ 1954 अरुण कमल जी जनिച്ചത്. अरुण कमल अपने व्यक्तित्व निर्माण में अपने पिता के असर को सबसे प्रभावी मानते हैं. बचपन के ऐसे कुछ तत्व होते हैं जो जिंदगी पर व्यक्ति का पीछा करते हैं. उनकी कविताओं में बचपन की यादों का स्थान सर्वोपरि है. അദ്ദേഹത്തിൻ്റെ രചനയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിക്ക് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നും ഒരുപാട് ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബച്പൻ കി യാദ്, കുട്ടിക്കാലത്തിലെ ഓർമ്മകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സമകാलीन कवियों के बीच अनुभूति, विचार एवं अभिव्यक्ति की दृष्टि में अरुण कमल की अपनी एक अलग पहचान है. സാധാരണ സമകാലീൻ കവികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. उन्होंने अपने मानवतावादी विचारों एवं वैयक्तिक अनुभूतियों को किसी भी प्रकार की कृत्रिमता के बिना आम बोलचाल की भाषा में बहुत ही सरल एवं सहज ढंग से അഭിവ്യക്തി കിയാ ഹെ. അതിലൊരു കൃത്രിമതയും വരുത്താതെ തന്നെ അദ്ദേഹം വൈയക്തിക അനുഭൂതിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും സാധാരണ ഭാഷയിൽ, സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ അദ്ദേഹം എളുപ്പത്തിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. സാഹിത്യ की कसौटी अगर मनुष्य है तो अरुण कमल उस पर खरे उतरते हैं. അദ്ദേഹം മനുഷ്യനാണ് സാഹിത്യത്തിൻ്റെ കസോട്ടി എങ്കിൽ അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് അരുൺ കമൽജി. ഉൻകാ മാപ് തണ്ട് സ്വയം മനുഷ്യ ഹെ, മനുഷ്യസേ ബഡാ കുച്ച് ഭി നഹി ഹെ. അദ്ദേഹം ചിന്തിക്കുന്നത് മനുഷ്യനേക്കാൾ വലുത് വേറൊന്നുമില്ല. जीवन की एकदम मामूली एवं अत्यंत क्षुद्र चीजों को भी उदात्त काव्यबिंब बनाकर अरुण कमल ने समकालीन हिंदी कविता का एक नया अध्याय रचा है. സാധാരണ ജീവിതത്തിൽ നടക്കുന്ന സാധാരണ കാര്യങ്ങളും സാധാരണ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് മാറ്റിക്കളയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കാവ്യബിംബങ്ങളിലൂടെ അരുൺ കമൽജി തൻ്റെ കവിതയിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. अरुण कमल ने अपनी कविताओं में वैयक्तिक अनुभूति, प्रकृति से प्यार, सौंदर्य की उपासना, हाशिए पर पड़ी जनता से हमदर्दी, अमानवीयता के प्रति तीव्र उपहास, सांप्रदायिक सद्भाव, पर्यावरण प्रदूषण के प्रति सतर्कता, विस्थापन की भीषण समस्याओं की मार्मिक अनुभूति, गरीबी की भयानकता, मीडिया की अपसंस्कृति, पीड़ित नारी वर्ग के प्रति संवेदना आदि को बिल्कुल सहज एवं सरल भाषा में प्रस्तुत किया है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വൈയക്തികമായിട്ടുള്ള അനുഭൂതിയുണ്ട്, പ്രകൃതിയുമായിട്ടുള്ള സ്നേഹം, സൗന്ദര്യത്തിൻ്റെ ഉപാസന, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആക്കപ്പെട്ടിരിക്കുന്നവരുടെ വേദന, അമാനവീയതയ്ക്ക് പ്രതി ഉപഹാസ്, അതുപോലെ സാമ്പ്രദായിക സദ്ഭാവ്, പര്യാവരണ പ്രദൂഷണയ്ക്ക് പ്രതി സതർക്കത, പരിസ്ഥിതി മലിനീകരണത്തിന് എതിരെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വിസ്ഥാപൻ കി ഭീഷൺ സമസ്യാവും കി മാർമിക അനുഭൂതി, ഗരീബി കി ഭയാനകത, ഗരീബി, അതുപോലെ മീഡിയക്ക് അപസംസ്കൃതി, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രചനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. अरुण कमल की काव्य भाषा चाहे खड़ी बोली हो, मगधी हो या भोजपुरी, उसमें अपार व्यंजना शक्ति एवं तीव्र संवेदन क्षमता है. ഖടി ബോലി ആണെങ്കിലും മഗധി ആണെങ്കിലും ഭോജ്പുരി ആണെങ്കിലും അതിൽ തീവ്രമായിട്ടുള്ള സംവേദനക്ഷമത നമുക്ക് കാണാനായിട്ട് കഴിയും. ഗർമേ ഉൻകി മാ മഗഹി ബോൽത്തി തീ ഓർ പിതാ ഭോജ്പുരി. അമ്മ മഗഹിയാണ് സംസാരിക്കുന്നത്, പിതാജി ഭോജ്പുരിയാണ്. അതുകൊണ്ട് തന്നെ ബച്പൻ സേ ഹി വേ इन दोनों भाषाओं का प्रयोग करते थे. ഉറുദു ഭാഷ സേ ഭി ഉൻകാ അത്യന്ത ലഗാവ്. അപ്പോൾ ഉറുദു ഭാഷയും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കിട്ടും. അതുപോലെ മഗഹിയും ഭോജ്പുരി ഭാഷയിലും അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള അറിവ് നമുക്ക് കാണാനായിട്ട്, തീവ്രമായിട്ടുള്ള അറിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കാവ്യരചനയായി അപ്നി കേവൽദാർ 1980 പ്രകാശനം ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ സബൂത്ത് 1989, നയേ ഇലാക്കെ മേ 1996 और पुतली में संसार 2004. कविता और समय 1999 आलोचनात्मक निबंध संग्रहമാണ് कविता और समय. कविता के लिए भारत भूषण अग्रवाल पुरस्कार, सोवियत भूमि नेहरू पुरस्कार, श्रीकांत वर्मा स्मृति पुरस्कार, रघुवीर सहाय
स्मृति पुरस्कार, शमशेर सम्मान, नए इलाके में पुस्तक के लिए 1998 का साहित्य अकादमी पुरस्कार आदि पुरस्कार उन्हें मिला है. അപ്പൊ ഇത്രയും അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാരാംശം നോക്കാം. മുക്തി കവിത. वैयक्तिक अनुभवों के आधार पर अपनी बात कहने की शैली में लिखी हुई एक कविता है മുക്തി. തൻ്റെ വൈയക്തിക അനുഭവം, തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആ എക്സ്പീരിയൻസ് വെച്ച് സ്വയം പറയുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് മുക്തി. इसमें मध्य वर्ग की विडंबना का चित्रण एक स्कूल अध्यापक के द्वारा प्रस्तुत किया है. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലുള്ള ഒരു സാധാരണ സ്കൂൾ അധ്യാപകന്റെ അനുഭവങ്ങൾ സ്വയം പറയുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് മുക്തി. सफल एवं कर्मठ अध्यापक होने के बावजूद भी अपने बेटे के बारे में सोचने का वक्त उसे मिला नहीं. അദ്ദേഹം ഇതിലെ ഈ കവിതയിലെ ഈ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയം കിട്ടിയില്ല. അപ്നാ ജീവൻ ഉസേ അസഫൽ പ്രതീത് ഹോനേ ലഗ. അതുകൊണ്ട് തന്നെ മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ മകനെ ലൈഫിൽ ഉന്നത നിലയിൽ എത്തിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു അധ്യാപകനായിട്ടും സ്വന്തം മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് അധ്യാപന ജീവിതത്തിൽ അദ്ദേഹം സഫലമായെങ്കിലും കുടുംബ ജീവിതത്തിൽ അദ്ദേഹം അസഫലനായി എന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. പരിണാമ സ്വരൂപ അപ്നാ ജീവൻ ഫിർസെ ശുരു ഹോനെ കാ വിചാർ ഉസേ ഹോ ജാത്താ ഹൈ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും തൻ്റെ ജീവിതം ആരംഭിക്കണം, തൻ്റെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആ ചിന്താഗതിയാണ് നമുക്ക് ഈ കവിതയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. कवि ने आज अपने बच्चे को पढ़ाते वक्त मारा था, फलतः आज स्वयं कवि के आगे बढ़ आई. वह अत्यंत दुखी हो गया. मार खाने से बच्चे पर कोई प्रभाव नहीं हुआ है. അപ്പോൾ ഇന്ന് തൻ്റെ കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ അവനെ നല്ല അടി വെച്ചു കൊടുത്തു. ആ സമയത്ത് കവിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ദുഃഖമായി, നമ്മുടെ ഇവിടുത്തെ അധ്യാപകന്, ഈ മുക്തി എന്ന കവിതയിലെ അധ്യാപകന്. പക്ഷേ ആ അടി കിട്ടിയിട്ടും ആ കുട്ടിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. ചുപ്ചാപ്പ് പാവ് പർ പാവ് രക്കർ ബൈഠാ രഹാ ഹെ. അവൻ കാല് അമർത്തി വെച്ച് മിണ്ടാതെ താഴെ ഇരിക്കുകയാണ്. ഈ അച്ഛൻ്റെ അടി കിട്ടിയിട്ടും അവൻ കരയുന്നില്ല, അവന് ദുഃഖമൊന്നും വരുന്നില്ല. ഉസ് സമയം മാർക്ക നിശാന സാംവലെ രംഗമേ കവി ദേഖ്തേ ഹെ. ആ സമയത്ത് അവൻ്റെ കാലിൽ കിട്ടിയ അടിയുടെ ആ അടയാളം അദ്ദേഹം നോക്കുന്നു. സേവാനിവൃത്ത് സ്കൂൾ മാസ്റ്റർ अपने परिवार की दुस्थिति के बारे में ठंडे मन से सोचता है. അപ്പോൾ സേവാനിവൃത്താണ്. സേവാനിവൃത്തം എന്ന് വെച്ചാൽ എന്താ? റിട്ടയർ ആയിട്ടുള്ള ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇത്രയും കാലം സ്കൂളിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹം ചെലവഴിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ റിട്ടയർമെന്റിന് ശേഷമാണ് അദ്ദേഹം ഫാമിലിയെ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് ഫാമിലിയുടെ ദുസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇസ് ദുസ്ഥിതി കാ കാരൻ മാസ്റ്റർ അപ്നെ കോ മാനതാ ഹെ. ഈ ഫാമിലിക്ക് ഈ അവസ്ഥ വരാൻ, ഈ ദുസ്ഥിതി വരാനുള്ള കാരണം താൻ തന്നെയാണ്. താൻ ഫാമിലിയെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ആ കുറ്റബോധം ഈ അധ്യാപകന് തോന്നുന്നു. അപ്നാ ബച്ച അൻപഡ് രഹ്നെ കെ കാരൻ മാസ്റ്റർ അപ്നെ കോ മാനതാ ഹെ. തൻ്റെ മകൻ പഠിക്കാത്തതിന് കാരണം, തൻ്റെ മകന് എഡ്യൂക്കേഷൻ വേണ്ട രീതിയിൽ ഇല്ലാത്തതിൻ്റെ കാരണം താൻ തന്നെയാണെന്ന് സ്വയം ശപിക്കുകയാണ് ഈ അധ്യാപകൻ. കാരണം പഠിക്കുന്ന ആ സമയത്ത് പഠിപ്പിക്കാനുള്ള മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച സമയത്ത് തൻ്റെ സ്വന്തം മകന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചില്ല എന്നുള്ള ആ ഒരു കുറ്റബോധമാണ് ഈ അധ്യാപകൻ ഇവിടെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. അവകാശ് പാനെ കെ ബാദ് വഹ് സംജാ കി അപ്നാ ബേട്ട കുച്ച് ഭി നഹീ ജാൻതാ ഹെ. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് തൻ്റെ സ്വന്തം മകന് ഒന്നും തന്നെ അറിയുന്നില്ല. ഇസ്കെ പൂർവ്വ ഉസ്നെ കഭി പൂച്ചാ ഭി നഹീ താ കൈസേ ഹോ തും യാ ക്യാ ക്യാ പഠ്തേ ഹോ തും. बेटे की स्थिति को समझने पर मास्टर को लगा कि अपनी धमनियों को उत्तेजित रक्त अब हृदय को आघात पहुंचाने लगा है. അപ്പോൾ മകനെ ശ്രദ്ധിച്ചില്ല. റിട്ടയർമെന്റിന് ശേഷം മകനെ പഠിപ്പിക്കാനിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മകൻ ഒന്നും തന്നെ അറിയുന്നില്ല.
അപ്പോൾ പണ്ട് കാലത്ത് അവനെ പഠിക്കാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയോ അവനെ പഠിപ്പിക്കുകയോ അവൻ എങ്ങനെയാണ് സുഖമായിരിക്കുന്നോ എന്നോ അവൻ എന്താ പഠിക്കുന്നതെന്നോ ചോദിക്കാൻ ഈ അച്ഛന് സമയമുണ്ടായിരുന്നില്ല. അച്ഛൻ ശ്രദ്ധിച്ചില്ല, ആ ചോദിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് നോക്കുമ്പോൾ മകൻ ഒന്നും തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ ധമനിയിലുള്ള രക്തമെല്ലാം തന്നെ ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയം നിന്നു പോകുന്ന പോലെ തോന്നുന്ന അത്രയും വേദന അനുഭവപ്പെടുന്നു. റിട്ടയർഡ് होने के बाद सुबह से शाम तक घूमते रहते हैं, बच्चों को ट्यूशन देते हैं. റിട്ടയർഡ് ആയ ശേഷവും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അദ്ദേഹത്തിന് വീട്ടിൽ റെസ്റ്റ് ഇല്ല. അദ്ദേഹം വീണ്ടും കുട്ടികളെ ട്യൂഷൻ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇസി ബീച്ച് അപ്നെ ബേട്ടയ്ക്ക് സാധ് രഹനെ കാ മൗക ഭി നഹീ മിൽത്ത. അതുകൊണ്ട് തൻ്റെ മകൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയവും കിട്ടിയില്ല. मध्यवर्गीय मास्टर जी की नियति यही है कि वह जिसके बच्चों को पढ़ाते रहे, अपने बच्चों को पढ़ाने का समय उसके पास नहीं है. അപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ്റെ വിധിയാണത്. തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ സമയം കിട്ടുകയില്ല, മറ്റുള്ളവരുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് കഴിയുന്നുമുണ്ട്. അവകാശ് പ്രാപ്ത് ഹുയെ അബ് 4 സാൽ ഹോ ഗയേ ഹെ. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം 4 വർഷമായിട്ടുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്നത്. ബരാ ഹുവ കക്ഷാ കെ ബാരെ മേ വഹ് സോച്താ ഹെ, ആജ് വഹ് സേവാ മുക്ത് ഹെ, ആസാദ് ഹെ. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് പഠിപ്പിക്കുന്ന ആ അധ്യാപന സമയത്തുള്ള ആ കുട്ടികളുടെ കാര്യങ്ങളും ആ ക്ലാസ് റൂമും എല്ലാം അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം സേവാമുക്താണ്, റിട്ടയേർഡ് ആണ്. ബച്ചോं को पढ़ाने में മാസ്റ്റർ ജി സഫൽ ഹുയേ ഹെ. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രേഷ്ഠനായ അധ്യാപകനായിട്ട് മാറിയിട്ടുണ്ട്. ലേക്കിൻ അപ്നി ഗൃഹസ്ഥി കംസോർ ഹോ ഗയേ ഹെ. തൻ്റെ കുടുംബജീവിതം കംസോറായി, കുടുംബജീവിതം ശിഥിലമായിരിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കുന്നു. വ ജിന്ദഗി കോ ആകെ ബഡാനെ കെ ലിയെ രാസ്ത ഢൂണ്ഡ്താ രഹതാ ഹെ. ഇനിയുള്ള ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അധ്യാപക കെ ഹൈസിയത്ത് സെ മാസ്റ്റർ സഫൽ ഹെ. അപ്പൊ അധ്യാപകൻ എന്ന രീതിയിൽ ഈ അധ്യാപകൻ സഫലാണ്, വിജയം കൈവരിച്ച വ്യക്തിയാണ്. ലേക്കിൻ ബേട്ട അൻപഡ് നിഖൽനെ കി കാരൺ അപ്നെ ജീവൻ കോ അസഫൽ മാൻകർ ഉസ്സെ മുക്തി കി തലാശ് കർത്താ ഹെ. അപ്പോൾ മകൻ അൻപഡ് ആയതുകൊണ്ട് മകൻ പഠിക്കാത്തത് കൊണ്ട് മകനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അസഫലമായി എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് ആ അസഫലതയിൽ നിന്ന് മുക്തി ആഗ്രഹിച്ച് നടക്കുകയാണ് ഈ അധ്യാപകൻ. അപ്പോൾ റിട്ടയർമെന്റ് ആയിട്ടും ഈ അധ്യാപകന് മുക്തി കിട്ടിയിട്ടില്ല. അവകാശ പ്രാപ്ത് ഹോനെ കെ ബാവജൂദ് അപ്നാ ജീവൻ ഫിർ സെ ശുരു ഹോനെ കാ വിചാർ ഉസേ ഹോ ജാതാ ഹെ. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഇനി തൻ്റെ കുടുംബജീവിതം വീണ്ടും പുതിയ രീതിയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഒരു ശ്രേഷ്ഠനായ അധ്യാപകനാണെങ്കിലും അധ്യാപന ജീവിതത്തിനൊപ്പം തന്നെ തൻ്റെ കുടുംബജീവിതത്തിലുള്ള കാര്യങ്ങളും തൻ്റെ മക്കളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുടുംബത്തിലെ കാര്യങ്ങളും ശ്രദ്ധിച്ച് രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പാഠമാണ്, എല്ലാ അധ്യാപകർക്കുമായിട്ടുള്ള ഒരു പാഠമായിട്ടാണ് ഈ കവിത നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അരുൺ കമൽജി. അപ്പോൾ ഈ കവിതയുടെ സമ്മറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.